ഓം ശാന്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, മെയ് 10 മാതൃദിനം. ഇത് കേൾക്കുന്ന എല്ലാ മാതാക്കൾക്കും, മാതൃഹൃദയമുള്ള എല്ലാവർക്കും, മാതാവിനോട് സ്നേഹമുള്ള എല്ലാവർക്കും മാതൃദിനത്തിൻ്റെ ആശംസകൾ. നമുക്കൊരു ദിവസത്തിൽ എത്ര തവണ നമുക്ക് അമ്മയെ ഓർക്കാതിരിക്കാൻ കഴിയും? നമുക്ക് ജീവിച്ചിരിക്കുന്ന അമ്മയുണ്ടെങ്കിലും ഈ ജീവിതത്തിൽ നിന്ന് വിട്ട് മൺമറഞ്ഞു പോയ അമ്മയാണെങ്കിലും നമുക്ക് അമ്മയെ നേരം അല്ലേ, ഓരോ സമയത്തും നമ്മുടെ ഉള്ളിൽ നിന്ന് അമ്മേ എന്നാണ് വിളിക്കണം അല്ലേ. ഈ വീഴാൻ പോകുമ്പോഴാണെങ്കിലും അമ്മ കൂടെ നമുക്ക് എല്ലാവരും ഉണ്ടാവും. പക്ഷേ നമ്മളെന്താണ്, നമ്മളെ സ്നേഹിച്ചും പാലിച്ചും നമ്മളാക്കിയതിൽ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം, ബാലപാഠങ്ങളെല്ലാം മനസ്സിലാക്കി തന്നത് അമ്മ തന്നെയാണ്. എനിക്ക് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം അമ്മയിൽ കൂടിയാണ് കിട്ടിയത്. കാരണം അച്ഛൻ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. ആ അമ്മ എന്നെ വളർത്തി വലുതാക്കി ഇപ്പോഴും എനിക്ക് സ്നേഹം തരാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വലിയൊരാശ്വാസം അല്ലേ. ഇന്ന് നമുക്ക് പരസ്പരം ആശ്വാസം കൊടുക്കാനും സ്നേഹം കൊടുക്കാനും പാലിക്കാനും പാലിക്കപ്പെടാനും ഇന്ന് കുറവാണ്. കാരണം ആർക്കും ഒന്നാമത് സമയമില്ല അല്ലേ. സമയമില്ലാത്ത സമയത്ത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ചെറിയ മാതാക്കൾ പോലും മക്കളവിടെ അല്ലേ സമയത്തിന് വില പേശുന്നുണ്ട്. പക്ഷേ പഴയ എൻ്റെ അമ്മയെപ്പോലെയുള്ള അമ്മ മക്കളുടെ കാര്യങ്ങൾ കഴിഞ്ഞേ എല്ലാം ഉള്ളൂ. ഒരു ഉരുള മാമു അല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാമു കൊടുത്ത്, അത് എത്ര വലുതായാലും ഒരമ്മയുണ്ടെങ്കിൽ മക്കൾക്ക് ഭക്ഷണം കൊടുത്തേ കഴിക്കും. അത് വെറും ഒരു കുടുംബിനിയായ ഒരമ്മയുടെ ശീലമായിരിക്കാം. പക്ഷേ ഏത് തരത്തിലും എത്ര ബന്ധപ്പെട്ട ജോലികളിലൂടെ പോകുന്ന അമ്മയാണെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവരമ്മയോട് തന്നെ വിളിക്കുക, അമ്മയോട് തന്നെ പറയുക. അമ്മയുടെ ഒരു സാമീപ്യം കിട്ടുമ്പോൾ അവർക്ക് എല്ലാറ്റിനും ഒരു ആശ്വാസമായി അല്ലേ. നമ്മുടെ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ വന്ന അന്ന് മുതൽ മാതാജി അമ്മ എന്ന് ചേർത്തല്ലാതെ ആരെയും നമ്മളും പഴയ കാലങ്ങളിൽ പത്മിനി അമ്മ, യശോദ അമ്മ, അമ്മുകുട്ടിയമ്മ ഇങ്ങനെ നമ്മൾ അമ്മ ചേർത്ത് പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നത് ഓരോരുത്തരും മാതാക്കളാണ്. ആരാണോ ഒരു മാതാവായി അവരെല്ലാവരുടെയും മാതാക്കളാവണം. പത്മിനി മാതാജി എന്നൊരു വിളി നമ്മളിൽ ഉയർന്നവരും എല്ലാവരും വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്രയും വലിയ കുട്ടികളെ ഉൾക്കൊള്ളാൻ, അതായത് മാതൃഹൃദയം വളരെ വിശാലമാകാൻ പറ്റുന്ന തരത്തിൽ ആ വിളി കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് എല്ലാവരെയും എൻ്റെ കുട്ടികളായി. കാരണം നമ്മൾ ലോകമാതാവ് എന്ന് ദൈവത്തിനെ കാണിക്കും. അതേപോലെ ദൈവികമായ ഒരു സ്നേഹം, ആത്മീയമായൊരു സ്നേഹം നമ്മളിൽ നിന്ന് എല്ലാവർക്കും വഴിഞ്ഞൊഴുകുമ്പോൾ ഇന്ന് എനിക്ക് ചുറ്റുമുള്ളവരെ എൻ്റെ മക്കളും പേരമക്കളും തന്നെയായിട്ടാണ് കാണുന്നത്. കാരണം എന്നിൽ മൂത്തവരാണെങ്കിലും അവർക്കും ആശ്വാസം കൊടുത്ത് സ്നേഹം കൊടുക്കുമ്പോൾ അവർക്കും ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയ പോലെ കൊടുക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറ്. എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ കൊച്ചുമക്കൾക്കും എൻ്റെ പേരമക്കൾക്കും എൻ്റെ കൂടെയുള്ളവർക്കും എല്ലാവർക്കും മാതാവിൻ്റെ ഓർമ്മയുണ്ടാവട്ടെ. മാതാക്കളുടെ ആശീർവാദവും അനുഗ്രഹവും പാലയും കിട്ടാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പത്മിനി.